ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പം അത് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ദേവിയേ ദിസ് വൺ. Oh my God. Arun Bose is such a beautiful soul. ഒരു പാർട്ടർ ഇൻ ക്രിയേഷൻ. സ്വന്തം സിനിമനെയും ബാക്കിയുള്ള സിനിമനെയൊക്കെ വളരെ ക്രിട്ടിക്കലി കാണുന്ന ഒരു ജനാധിപത്യവാദിയാണ് പുള്ളി. അങ്ങനെ പറയേണ്ടി വരും. മനുഷ്യന്മാർ ഡെമോക്രാറ്റിക് ആവുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നോക്കുമ്പം പുള്ളി ഒരു നല്ല ജനാധിപത്യ മനുഷ്യനാണ്. ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സിനിമകൾ സജസ്റ്റ് ചെയ്യും. സിനിമ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട് വിളിച്ചിട്ട് സിനിമകൾ സജസ്റ്റ് ചെയ്യും, പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യും. ആൻഡ് ഇപ്പോഴും നമ്മളുടെയൊക്കെ ഒരു നിലനിൽപ്പും എല്ലാം തന്നെ ഇവൻ നമ്മുടെ വർക്ക് അതിന് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ മെൻറ്റർ ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻഡ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളി ഒരു ടെക്നീഷ്യനായി തുടങ്ങി ഒരു ഫാമിലി ഫ്രണ്ടായി തുടരുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. ഞങ്ങൾ കോൺവെർസേഷൻ നടത്തിയ സമയത്താണല്ലോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഭയങ്കര ഒരു വിഷൻ ഉള്ളൊരു of course he like to do documentaries basically. You want to wander with the camera. Basically ഞാൻ മനസ്സിലാക്കുന്ന ബോസ് നിറയെ ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, പച്ചയായ ജീവിതത്തിന് നേരെ ക്യാമറ വെച്ചിട്ട് ഗറില്ല ഫിലിം മേക്കിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, സീറോ ബഡ്ജറ്റിങ്ങിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കഥകൾ പറയാൻ മെയിൻ സ്ട്രീമിൻ്റെ അകത്ത് പറയണമെങ്കിൽ ഇത് വേറൊരു ടെംപ്ലേറ്റിലും വേറൊരു സ്ലോട്ടിലൊക്കെയാണല്ലോ അത് പണിയുന്നത്, സോവിയൻ മണി. പക്ഷേ ഐ നോ ഹിം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യു വാണ്ട് ടു എക്സ്പ്ലോർ വിത്ത് ക്യാമറ. നെക്സ്റ്റ് ഫോട്ടോ മമ്മൂക്ക ബിഗ് ഗംസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ സെറ്റ്. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു 10-24 എങ്ങനെ സിനിമയായിരുന്നു ആ സമയത്ത്. അപ്പം 10-20ഓളം സിനിമകൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. ഒരു സെറ്റിലും ഇല്ലാത്ത അച്ചടക്കവും ഒരു സെറ്റിലും ഇല്ലാത്ത ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു ബസുകയുടെ സെറ്റ്. ബേസിക്കലി അത് ഭയങ്കര രസമുള്ളൊരു സാധനമായിരുന്നു. അത് പുള്ളിയുടെ ഒരു ഓറ, പുള്ളി വരുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ നമുക്കറിയാം പുള്ളി വരുന്നുണ്ടെന്ന്. ദ കിങ് ഈസ് കമ്മിങ്. എനിക്ക് അങ്ങനത്തെ ഒക്കെ മൂടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളെ ഭയങ്കര ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതുകൊണ്ടാണോ അതോ ഈ ഫിക്ഷനോടുള്ള പ്രേമം കൊണ്ടാണോ അറിയില്ല, പെട്ടെന്ന് ഇതിൻ്റെ ഒരു സിനിമാറ്റിക് പരിപാടികൾ കിട്ടും നമുക്ക്. സെറ്റിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കും, അറിയില്ല. അപ്പം എനിക്ക് അതൊക്കെ കിട്ടും. നമുക്ക് വരുന്നത് ഒരു സിനിമയായിട്ട് തോന്നും എനിക്ക്. അതങ്ങനെയാണ് വരുന്നത്, സെറ്റിലേക്ക് വരുന്നതൊക്കെ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. സിംപ്ലി വാക്കിംഗ്, എ ഗായ് സിംപ്ലി വാക്കിംഗ് ആൻഡ് കറക്റ്റ് പുള്ളി ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. നാഷണൽ അവാർഡ് ഇപ്പോഴും ഇതൊരു സറിയൽ മൊമെന്റ് ആണ്. ഓഫ് കോഴ്സ് സറിയൽ മൊമെന്റ് ആണ് ഇപ്പോഴും. കാരണം വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു കിട്ടിയ സമയത്ത് അറിഞ്ഞ സമയത്ത്. പലരും എന്നെ വിളിച്ചിട്ട് ആദ്യം എന്നെ വിളിച്ചാലും തരാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനുണ്ട്, വൈഫുണ്ട് ജാസ്മിൻ, ഞങ്ങൾ ചുമ്മാ ഇരിക്കുക. മറ്റേ മഹാവീര റിലീസ് ചെയ്യുന്ന പിറ്റേ ദിവസം. അപ്പോൾ അതിന് സക്സസ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ഹാങ് ഓവറിലിരിക്കുക അവിടെ മറൈൻ ഡ്രൈവിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട്, അസോസിയേറ്റ് അബ്രു വിളിച്ചിട്ട്, മറ്റേ കപ്പലയുടെ അസോസിയേറ്റ് ഉണ്ട് അബ്രു സൈമൺ, വിളിച്ചിട്ട് തൃശ്ശൂരുള്ള സന്തോഷമായില്ലേന്ന് വെച്ച്. നമ്മൾ സന്തോഷ അപ്പം അറിഞ്ഞില്ലേന്ന് വെച്ച്. ഒന്നും അറിഞ്ഞില്ല. ആണോ, ഒരു മിനിറ്റ് ഫോൺ ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ അനിയൻ്റെ കോൾ വരുന്നുണ്ട്. എടാ ഇന്ത്യൻ സിനിമയിൽ വേറെ അനീസ് നാടോടി ഉണ്ടോ ചോദിച്ചു. ഞാൻ അനീസ് ഉണ്ടായിരിക്കും, നാടോടി ഉണ്ടാകാൻ സാധ്യതയില്ല. ഓ എനിക്കെന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഫോൺ വെച്ചു. കൺട്രോളർ വിളിച്ചു, ശ്യാമേട്ടൻ എപ്പോഴാ പാർട്ടി എന്ന് ചോദിച്ചു. ആരും കാര്യം പറയുന്നില്ല, ഇതെന്തോ പറഞ്ഞു എനിക്ക്. അപ്പോൾ ജാസ്മിക്ക് വൈഫിനൊക്കെ ഫോണിൽ കൺഗ്രാജുലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാസ്മി എനിക്കെന്തിനാണ് കൺഗ്രാജുലേഷൻ, ഈ സാധനം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അബ്രു വിളിക്കുന്നു, മനുഷ്യൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ആ കറക്റ്റ് സമയത്ത് ജാസ്മിൻ്റെ വാട്സപ്പിലേക്ക് അവളുടെ ഏതോ ഒരു ഫ്രണ്ട്
TV ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. കലാസംവിധാനം മനീഷ് നാരായണൻ. ഞാനിങ്ങനെ സീരിയസ്ലി നമ്മൾ അറിയുന്ന പോലില്ല സിനിമകൾക്ക് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതൊന്നും. ആൾക്കാർ അത് ഓരോ പടത്തിനും പ്രൊഡ്യൂസർമാരുടെ ഒക്കെ തീരുമാനമാണ് അവാർഡിന് അയക്കണോ അയക്കേണ്ടെന്നൊക്കെ. നമ്മൾ അറിയുന്നില്ല ഈ കളി, നമ്മളെല്ലാം അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളറിയില്ല നമ്മളുടെ എൻട്രി അവിടെ പോയ കാര്യം. അതിൽ സ്റ്റക്കായി. എന്ത് സംഭവം? അതിന് ഞാനും കൂടെ എണീക്കുന്നു, പരസ്പരം നോക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് അലറി. ഞാൻ നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആ മറൈൻ ഡ്രൈവിൽ അവിടെ നിന്നിട്ട് ക്യൂൻസ് ബേ അല്ലേ അവിടെ ആയിരുന്നു. ഞാൻ ബഹളം വെച്ച്. അപ്പോൾ അവിടെ ഒരു വണ്ടിയിലുള്ളൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഒരു മൂവിങ് കോഫി ഷോപ്പ്. പുള്ളിക്ക് വന്ന് എന്താ പ്രശ്നം? അത് ജാസ്മിൻ ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര സന്തോഷം. ഈ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഫോൺ ഇതാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് എത്തുന്നു, ഹോട്ടലിലേക്ക് എത്തിയിട്ട് പിന്നെ ചാർജർ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുക, താങ്ക് യു പറയാ, മെസ്സേജ് അയക്കുക. മണിക്കൂറുകൾ അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൾക്കാർ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലേ? ഓഫ്കോഴ്സ് അത്ഭുതം അതേസമയം എന്തിനു. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ കപ്പേള എന്നുള്ളൊരു സിനിമ ശരിക്കും അതിലൊരു വിഷ്വൽ ശരിക്കും അതൊരു ഓർഡിനറി വിഷ്വൽ ആയിരുന്നു. പക്ഷെ അതിന് ഇമോഷൻ ക്യാരി ചെയ്തത് ഭയങ്കരമായിട്ടും ഇൻറ്റൻസിറ്റിയിലുള്ള ഇമോഷൻ ആയിരുന്നു. അതിൻ്റെ അകത്തെ ഒരു വില്ലേജ് ആണെങ്കിലും അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് നാച്ചുറലി ആണ്. അത് വളരെ മിനിമൽ ബജറ്റിൽ സിനിമ നമ്മൾ ചെയ്തൊക്കെ എങ്ങനെയാണെന്നറിയോ? ഒരു മുസ്ലിം വീട് എടുത്തിട്ട് ആണ് അന്നബനന്റെ വീടാക്കുന്നത്. അപ്പം ഒരു മുസ്ലിം വീട് എടുത്തിട്ട് നമ്മൾ ക്രിസ്ത്യൻ വീടാക്കുന്നു. ഇപ്പുറത്തുള്ള ഹിന്ദു വീട് എടുത്തിട്ട് ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ വീട് എടുത്തിട്ട് ഹിന്ദു വീടാക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് വയ്ക്കുന്നു, ഇത് ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇതാണ് പരിപാടി. പല വീട്ടിൽ പോയിട്ട് തന്നെയാണ് നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നത്. സോ ഞാൻ ചോദിച്ചു, അവാർഡ് മേടിച്ച അന്ന് രാത്രി ഡിന്നർ ഉണ്ടായിരുന്നു. ഈ സെൻട്രൽ മിനിസ്റ്ററിൻ്റെ ഡിന്നർ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവും, അവാർഡീസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ജൂറി മെമ്പറെ കണ്ടപ്പോൾ ചോദിച്ചു, വൈ കപ്പേള? അപ്പം ഇറ്റ് വാസ് ലൈക്ക് meticulous detailing. They mentioned it in that certificate, meticulous detailing and one more line. And he was like, no, art direction, good art direction doesn't mean putting big budget, big sets. അത് വലിയ സ്കെയിലിൽ സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതോ വലിയ ബജറ്റിൽ സെറ്റ് ഇടുക എന്നുള്ളതൊന്നുമല്ല. ആ സിനിമ ബിലീവബിൾ ആകുക, സിനിമനെ സഹായിക്കുക എന്നുള്ളതാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരഭിപ്രായമായിരുന്നു. ആൻഡ് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് തന്നെ ആയിരുന്നു നിങ്ങളോട് മത്സരിക്കാനുണ്ടായിരുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. മനസ്സിലായോ? ബാക്കിയെല്ലാം നേരത്തെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് പറഞ്ഞു, നിങ്ങളെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു, ലാസ്റ്റ് റൗണ്ട് വരെ മത്സരിക്കാനുണ്ടായിരുന്നതും സൗത്ത് ഇന്ത്യൻ ഫിലിംസ് തന്നെ. അത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനമൊക്കെ തോന്നി. കാരണം അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു ഞാൻ. സൗത്ത് സിനിമ ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായെന്ന് പറയുമ്പോൾ അത് വലിയ കോംപ്ലിമെന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ നാഷണൽ അവാർഡ് അതാ പറഞ്ഞു, എനിക്ക് നമുക്ക് അറിയാണ്ട് കിട്ടിയ സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്കതൊരു ആ മേടിച്ചതും ആ ഡേ ഒക്കെ ഇപ്പോഴും സർറിയലാണ്. ഞാൻ കയറിയപ്പോൾ സൂര്യൻ ജ്യോതിയൊക്കെ കൈയടിക്കുന്നു, എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നു. പ്രസിഡന്റാണോ അത് നിൽക്കുന്ന അവാർഡ് തരാൻ. ഇപ്പോഴും സർറിയല്ല. എനിക്ക് മനസ്സിലായില്ല അത് നടന്നോ നടന്നില്ല.